നമസ്കാരം. എൻ്റെ ഓർമ്മകളിലൂടെ ഞാൻ ഇന്ന് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത് മലയാള സിനിമയിൽ, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരാളെ പറ്റിയാണ്. അദ്ദേഹം വലിയൊരു ഡയറക്ടറാണ്. ഇന്നും അദ്ദേഹം വലിയൊരാളായി തന്നെയാണ് മലയാള സിനിമയിൽ നിൽക്കുന്നത്. ഹിറ്റ് പടങ്ങൾ ഒരുപാട് മലയാള സിനിമയ്ക്ക് സംഭാവന നൽകിയ ഒരാളാണ്. നമുക്ക് ആളെ ആരാന്ന് മനസ്സിലായോ? ഞാനൊരു വരി സാറിൻ്റെ പടത്തിൽ 2 വരി പാട്ട് പാടാം. അത്ര നന്നാവണമെന്നില്ല, അത് ഇച്ചിരി വലിയ ഹെവി പാട്ടാണ്. എങ്കിലും ഞാൻ സാറിന് വേണ്ടിയിട്ട് സാറിൻ്റെ പടത്തിലൊരു പാട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് എല്ലാവർക്കും വളരെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിയൊരു പടവും, എല്ലാവർക്കും ഒരു കണക്കിന് പറയുകയാണ്, ആ പടത്തിൽ എല്ലാവർക്കും അഭിനയിച്ച ആൾക്കാർക്കെല്ലാം ബ്രേക്ക് ഇട്ടൊരു പടമായിരുന്നു ആ പടം. അതുകൊണ്ട് ഈ പടം ആരും മറക്കത്തില്ല. ഞാൻ ഈ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് ആളെ പിടികിട്ടും. എങ്കിലും ഞാൻ 2 വരി പാടാൻ ശ്രമിക്കുകയാണ്. സാറേ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണേ. ഞാൻ ഒരു 2 വരി പാടുകയാണ്. പൂമാനമേ ഒരു രാഗമേഘം ദാ, പൂമാനമേ ഒരു രാഗമേഘം ദാ, കനവായി കണമായി ഉയരാൻ ഒഴുകാൻ അഴകിയെഴും പൂമാനമേ ഒരു രാഗമേഘം താ. ഇപ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലേ? പാട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ വളരെ എൻ്റെ ഒരു ഗുരുനാഥനെ പോലെ കാണുന്ന, ഞാൻ എപ്പോഴും എൻ്റെ മക്കളോടും എൻ്റെ സുഹൃത്തുക്കളോടും ഒക്കെ ഞാൻ ഒരുപാട് സാറിനെ പറ്റി സംസാരിക്കാറുണ്ട്. മറ്റാരുമല്ല, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന, ഞങ്ങളുടെയൊക്കെ ബഹുമാന്യനായ ആദരണീയനായ എൻ്റെ ഗുരുനാഥൻ കൂടിയായ ജോഷി സാർ. ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പൊക്കെ സാറൊക്കെ മലയാള സിനിമയിൽ അന്നും ഇന്നും സാറ് പുലിയാ എന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ചില സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ സാറിൻ്റെ എത്രയോ പടങ്ങൾ ഇങ്ങനെ തിയേറ്ററിൽ പോയിരുന്നു ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടെന്ന്. അന്ന് എനിക്കറിയത്തില്ല ഞാൻ സിനിമയിൽ വരുമെന്നോ, ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു ആർട്ടിസ്റ്റായി മാറുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ദൈവം എന്നെ കൊണ്ടെത്തിച്ച് സാറിൻ്റെ പടങ്ങളിലൂടെ ഒരുപാട് പടങ്ങൾ എനിക്ക് സാറിനോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. കാരണം ഓൾറെഡി ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ മലയാള സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊന്നമ്മ ബാബു എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആയി നിങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ, അല്ലെങ്കിൽ ജോഷി സാറിനെ പറ്റി 2 വാക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സാധിച്ചു തന്നെ സാറിൻ്റെ ഓരോ പടങ്ങൾ എൻ്റെ കഥാപാത്രങ്ങളാണ്. കാരണം ഞാൻ അമ്പിളിച്ചേട്ടനോട് ആദ്യമായിട്ട് ഫസ്റ്റ് ചെയ്യുന്ന ഒരു പടമായിരുന്നു വാഴുന്നവരെന്ന് പറഞ്ഞ പടം. ഞങ്ങളതിനകത്ത് പേരായിട്ടായിരുന്നു അതിനകത്ത് അഭിനയിച്ചത്. അതാണ് സാറിനോട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പടം. അതിനകത്ത് എൻ്റെ മക്കളോട് ചോദിക്കുകയാണ്, മക്കളെ നിങ്ങളുടെ മമ്മി അഭിനയിച്ച പടത്തിൽ ഇത്ര 350 പടത്തോട് ഞാൻ അടുക്കുന്നു, ഞാൻ പടം ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മക്കളോട് ചോദിച്ചാൽ മക്കൾ ആദ്യം കണ്ണു പൂട്ടി പറയുന്ന പടം ഞങ്ങൾക്ക് മമ്മി ചെയ്ത വാഴുന്നവരാണ് ഇഷ്ടമെന്ന് അവർ പറയുക. എന്നു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് വലിയ ഹ്യൂമറില്ല. അമ്പിളിച്ചേട്ടനകത്ത് ഹ്യൂമറിലൂടെയാണ് ഞാനത് പക്കാ സെൻറ്റിമെൻസാണ് ചെയ്തേക്കുന്നത്. സെൻറ്റിമെൻറ്റ്സിന് മുന്നും ഉണ്ട് കുറച്ചൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ ഇച്ചിരി ക്ലാഷ് ആവുന്ന സീൻസുകളുണ്ട്. പിന്നെ ഭർത്താവിൻ്റെ കാല് പോയി കഴിഞ്ഞാൽ ഒരു സെൻറ്റിമെൻറ്റ്സിലോട്ട് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ വന്ന സമയത്ത് എനിക്ക് കിട്ടിയ നല്ല കഥാപാത്രം തന്നെയായിരുന്നു അത്. പപ്പയുടെ അടുത്തോട്ട് വാ. മോനവിടെ പിണങ്ങി ഇന്ന് എന്നാത്തിനാ? അമ്മച്ചി വഴക്ക് പറഞ്ഞായിരുന്നോ? പിന്നെ പപ്പയുടെ കാലെവിടാ? അത് പപ്പ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി കാല് മാറ്റി വെച്ചിരിക്കുവാ.
2 ദിവസം കഴിഞ്ഞ് ജയ്പൂര് പോയി പുതിയൊരു കാല് ഫിറ്റ് ചെയ്തുകൊണ്ട് വന്ന് ഓന്റെ കയ്യും പിടിച്ച് ഗമേലൊരു നടപ്പുണ്ട്. മോനെ കാണണ്ടേ? കുഞ്ഞെ എന്താ ഇത്? നീ ചുമ്മാ അവനെ കൂടെ വിഷമിപ്പിക്കാതെ കൊച്ചിനെ വിളിച്ചോണ്ട് അപ്പുറത്തോട്ടങ്ങനെ ചെല്ല് ചെല്ല്. അതൊക്കെ ആൾക്കാർ മലയാള സിനിമയിൽ ഒരുപാട് പേര് ശ്രദ്ധിക്കുകയും പിന്നീട് സാറിൻ്റെ ഒക്കെ പടങ്ങളിൽ അഭിനയിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും നല്ല പടങ്ങളിലൂടെ എത്തിപ്പെടുകയും ചെയ്ത ഒരാളാണ് ഞാൻ. സാറിൻ്റെ പടം അഭിനയിച്ചപ്പോൾ പിന്നീടുള്ള അങ്ങോട്ടുള്ള പടങ്ങളൊക്കെ എനിക്ക് നല്ല പടങ്ങളായിരുന്നു എനിക്ക് മലയാള സിനിമയിൽ കിട്ടിയിരുന്നത്. പിന്നെ സാറിൻ്റെ പടങ്ങളിലൂടെ ആണെങ്കിലും എനിക്ക് വളരെയധികം വെറൈറ്റി വേഷങ്ങൾ, ചെറുതാണെങ്കിൽ പോലും, ഇപ്പോൾ ആ സീൻ ഒറ്റ സീനേ ഉള്ളൂ, അതുള്ളെങ്കിൽ പോലും അതിന് ആ സീനിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും. ഞാൻ ചുമ്മാ വന്ന് നിന്ന് സാരി കൊടുത്ത് ഒരിക്കലും സാറിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. അത് ഞാൻ സാറിൻ്റെ പടങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ആദ്യം അഭിനയിച്ച പടം വാഴുന്നവർ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു പടമാണ്. ഞാൻ സാറിൻ്റെ എല്ലാ പടങ്ങളും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച പടങ്ങളാണ്. എങ്കിൽ പോലും ഞാൻ അഭിനയിച്ചതായതുകൊണ്ട് ഒന്നും കൂടെ നമുക്കൊരു പ്രത്യേക ഒരു വാത്സല്യം, നമുക്കൊരു സ്നേഹം തോന്നൂലേ എന്ന് പറഞ്ഞ പോലെ എനിക്ക് വാഴുന്നവർ ഭയങ്കര. സാറിൻ്റെ ലേലം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. പഴയ പടം പറയാനാണെങ്കിൽ ന്യൂഡൽഹി, മുഹൂർത്തം, 11 അങ്ങനെ കുറേ സാറിൻ്റെ കുറേ ഹിറ്റ് പടങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ റൺ ബേബി റണ്ണ്, പിന്നെ കുറേ സാറ് ഒരുപാട് ഹിറ്റ് പടങ്ങൾ സാറ് മലയാള സിനിമയിൽ ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. എനിക്കായാലും വെറൈറ്റി കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഞാൻ അവതാരത്തിലാണെങ്കിലും ഒരു നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു എനിക്ക് തന്നത്. ഞാൻ അതുപോലെ തന്നെ പ്രജ എന്ന് പറഞ്ഞത് ഞാനൊരു രാഷ്ട്രീയ ഒരു ക്യാരക്ടറാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ സലാം കാശ്മീർ ചെയ്തു. അതിനു മുമ്പ് സാറിന് പോത്തമ്പാവ, ഉഷ ഉടുപ്പ് ചെയ്ത പോത്തമ്പാവ, ഉഷ ചേച്ചി ചെയ്ത പോത്തമ്പാവ, അങ്ങനെ നസറാണി, എന്താ പറയുന്നത്, അങ്ങനെ റൺ ബേബി റണ്ണ്, കുറേ സാറിൻ്റെ പടം ഒരു 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 സമയം ഞാൻ സാറിനോട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഗുരുനാഥന്മാരിൽ ഞാൻ വളരെ റെസ്പെക്റ്റോടെ ബഹുമാനത്തോടെ ഞാൻ മാറി നിൽക്കുകയും ഞാൻ വളരെയധികം ബഹുമാനത്തോടെ കാണുന്ന ഒരാളാണ് ജോഷി സാറ്. ജോഷി സാറിൻ്റെ പടങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, സാറ് സെറ്റിലുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അവിടെ അനങ്ങൂല. ആ സെറ്റിൽ സാറ് പഞ്ചഭാവം മനുഷ്യനാണ്. സത്യം. ആൾക്കാരുടെ വിചാരം എന്നറിയോ, ജോഷി സാർ എന്തോ ഭയങ്കരനാണെന്നാണ് എല്ലാവരുടെയും വിചാരം. അല്ല കേട്ടോ, സാറ് വെറും കൊച്ചു പിള്ളേരുടെ മനസ്സാണ് ജോഷി സാറിന്. പിന്നെ നമ്മൾ സീൻ അഭിനയിക്കുമ്പം ശരിയായില്ലെങ്കിൽ ജോഷി സാറെന്നല്ലല്ലോ, ഏത് ഡയറക്ടറും നമ്മളെ വഴക്ക് പറയും. നന്നായിട്ട് അഭിനയിച്ചാൽ നമ്മളെ ആരും വഴക്ക് പറയത്തില്ല. ഇപ്പോൾ വീടുകളിൽ പിള്ളേരുകൾ തെറ്റ് ചെയ്യുന്നു, നമ്മളവരെ അടിക്കുന്നു. എന്ത് നമ്മളെ അവരെ അടിക്കുന്നേ? അവർ നന്നാൻ വേണ്ടിയിട്ടല്ല നമ്മൾ അടിക്കുന്നേ എന്ന് നമ്മൾ അടിക്കുന്നു, വഴക്ക് പറയുന്നു. അവർ നന്നായിരിക്കണം. അതിനു വേണ്ടി സാറ് ചിലപ്പം ചെറിയ വഴക്കുകൾ പറയും, എന്തെങ്കിലുമൊക്കെ പറയും. അത് വലിയ എന്താ പറയണേ, എനിക്ക് വലിയ മഹാസംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. സാറിന് ഇടയ്ക്ക് ചെറിയ വഴക്കൊക്കെ കേൾക്കാൻ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒന്നുകൂടി നന്നായി പോകുമല്ലോ എന്ന് വിചാരിക്കും സാറിൻ്റെ വഴക്ക് കേട്ടപ്പോൾ. അങ്ങനെ ഞാൻ സാറിന് വലിയ വഴക്കൊന്നും കേട്ടിട്ടില്ല കേട്ടോ. സാറിന് എപ്പോഴും അഭിനയിക്കും, നന്നായിരിക്കുന്നു, ഗുഡ് എന്നൊക്കെ സാറിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാറിൻ്റെ ഒരു ഗുഡ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് എൻ്റെ ദൈവം എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു എന്താ പറയണേ, ദൈവത്തോട് എപ്പോഴും നന്ദി പറയാറുണ്ട്. ചില സീൻസ് അത്ര നന്നായെങ്കിൽ മാത്രമേ സാറ് ഗുഡ് പറയാറുള്ളൂ, അല്ലെങ്കിൽ കൊള്ളാം കുഴപ്പമില്ലാന്ന് സാറ് പറയുള്ളൂ. നന്നായി ചെയ്താൽ സാറിന് ഭയങ്കര ഇഷ്ടം. സാറിന് എപ്പോഴും ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാർ നാച്ചുറൽ അഭിനയത്തിനോടാണ് പ്രത്യേക ഒരു ഇഷ്ടം. അധികം മേക്കപ്പ് സാറിന് ഇഷ്ടമല്ല. കാരണം അത് പറയാനൊരു കാരണമുണ്ട്. ഞാൻ ഏതൊരു പടത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ ഞാൻ തന്നെ ഇച്ചിരി മേക്കപ്പൊക്കെ ഇട്ട് ഇച്ചിരി പോഷാന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ സാരിയൊക്കെ എടുത്തൊക്കെ ചെന്ന് ഞാൻ അഭിനയിക്കാൻ ചെന്നപ്പോൾ ഇച്ചിരി മേക്കപ്പ് എനിക്ക് കൂടുതലാണ്. സാറിൻ്റെ ഫ്രെയിമിൽ ബാക്കി എല്ലാ നായികന്മാരും അവരെല്ലാവരും സാർ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് മേക്കപ്പ് കൂടുതലാണ്. അപ്പോൾ സാറിൻ്റെ അടുത്തൊന്ന് ചോദിച്ചേ, ആരാ പൊന്നമ്മയുടെ മേക്കപ്പ്? ഞാൻ വിചാരിച്ചു സാറിന് എൻ്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും എന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാനാ നാളെ മുതൽ വിത്തൗട്ട് മേക്കപ്പ്. ഓ ആയിക്കോട്ടെ. അതെ സാർ. അപ്പം എനിക്ക് മേക്കപ്പ് കൂട്ടിയാണ് സാർ അത് വന്ന് പറഞ്ഞു. ഞാൻ വളരെ അഭിമാനത്തോടെ, സാർ ഞാനായിട്ടാക്കുന്ന മേക്കപ്പ് എന്ന് വളരെ അഭിമാനത്തോടെ പറഞ്ഞപ്പോൾ സാറ് പറയാം നാളെ മുതൽ വിത്തൗട്ട് മേക്കപ്പ്. അപ്പോൾ ജോഷി സാറിൻ്റെ പടം കേൾക്കുമ്പോൾ ഞാൻ ഒരു മേക്കപ്പും ചെയ്യാറില്ല. ഞാൻ സാധാരണ മേക്കപ്പ് അധികം യൂസ് ചെയ്യാറില്ല. അതൊന്നും ചെറുതായിട്ടൊന്ന് പൗഡറൊന്ന് പാഡ് ചെയ്യാൻ ലൈറ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് അത് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ സാറിൻ്റെ പടത്തിൽ അതുപോലും വേണ്ട. സാറിന് നമ്മുടെ ആ സ്കിൻ ടോണിൻ്റെ പിന്നെ അതിൻ്റെ ഇച്ചിരി ഡള്ളാക്കി നിൽക്കുന്നതാണ്. ആ ക്യാരക്ടറാകണം സാറിന് എപ്പോഴും, അത് നിർബന്ധമാണ്. ഇപ്പോൾ ഒരു ക്യാരക്ടറായിരിക്കണം. അല്ലാതെ ചിലപ്പോൾ നമ്മുടെ ഉള്ള കളർ ചിലപ്പോൾ നമ്മുടെ ഫ്രെയിമിൽ ഉണ്ടായിരുന്നിരിക്കത്തില്ല. അത് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഡള്ളാക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ജോഷി സാർ വളരെയധികം. അങ്ങനെ സാറതാ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും സാറിൻ്റെ പടങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാലും ഏത് പടം എടുത്താലും സാറിൻ്റെ ഓരോരോ പടങ്ങളെടുത്തു
എല്ലാം വളരെ ഡിഫറെൻറ്റ് എന്താ പറയണേ പടങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു പടവും സാമ്യമില്ല. സാറ് വിചാരിക്കണം, എത്രയോ വർഷങ്ങൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറാണ്. എത്ര വർഷമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ വന്നിട്ട് തന്നെ 10-20 വർഷം കഴിഞ്ഞു. അപ്പോൾ അത് നോക്കണം, അതിന് മുമ്പൊക്കെയാണ് സാറ് മലയാള സിനിമ ഒത്തിരി വർഷം മുമ്പ് പുറകോട്ട് ഇത് ജയനുള്ള സമയത്തൊക്കെ സാറ് പടം ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. സാറേ തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കണേ പറയുന്നത്. സാറിനെ സംബന്ധിച്ച് സാറിന് എന്താ പറയുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ മുതൽ സാറ് പടം ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ജയനെ വെച്ച് മൂർഖൻ, ദേവി, ഞാനൊക്കെ തിയേറ്ററിൽ പോയിരുന്ന് ഒരുപാട് കണ്ട പടമാണ്, മനസ്സിലായോ? പഴയ പടങ്ങളൊക്കെ സാറിന് ഒരുപാട് വരാറുണ്ട്. അന്ന് മുതലേ ഉള്ള ഡയറക്ടറാണെന്ന് വിചാരിച്ചോണം. ഇന്നും സാറ് ഈ ന്യൂ ജനറേഷൻ വന്നെങ്കിലും വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. സിനിമകൾക്ക് മാറ്റങ്ങളുണ്ടാവാം, കഥയ്ക്ക് മാറ്റം ഉണ്ടാവും. എങ്കിലും ഇന്നും സാറ് ആ വെറൈറ്റി പടങ്ങൾ ചെയ്ത് സാറ് മലയാള സിനിമയിൽ സജീവമായിട്ട് മുൻപന്തിയിൽ തന്നെ സാറ് നിൽപ്പുണ്ട്. നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമല്ലേ സാറ്. അധികം എന്ന് വെച്ചാൽ സാറ് എല്ലാവർക്കും ഒരു പേടി, സാറങ്ങ് വന്ന് നിൽക്കുമ്പോൾ സാറ് എന്തോ അതേ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ സാറ് വളരെ സാറിൻ്റെ കുടുംബമാണെങ്കിലും സാറിൻ്റെ വൈഫാണെങ്കിലും സാറിൻ്റെ മോനാണെങ്കിലും ഒക്കെ അവരെല്ലാം നല്ല, മോനിപ്പോൾ ഒരു കുഞ്ഞാവയൊക്കെ ഉണ്ടായി, അങ്ങനെ സാർ ആ ഒരു ലൈഫും ഭയങ്കര ഫാമിലി മാനാണ് സാറ്. ഭയങ്കര ഫാമിലി അറ്റാച്ച്ഡ് ഉള്ള ഒരു ഡയറക്ടറാണ്. കുറച്ച് സമയം കിട്ടിയാൽ തന്നെ സാർ എപ്പോഴും ഞാൻ കൂടുതലും കണ്ടുള്ളൂ സാറ് കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരുപാട് എന്താ പറയണേ, ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ പറയുന്നത്. കാരണം ഞാനിത്തിരി ഫാമിലി അറ്റാച്ച്മെൻ്റ് ഉള്ള ആളായതുകൊണ്ട് ഈ ഫാമിലി പരമായി നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കുറേ ശ്രദ്ധിക്കും. ഈ മമ്മൂക്ക ഭയങ്കര ഫാമിലി അറ്റാച്ച്മെൻറ്റ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ ഫാമിലിയോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സാറിന് ഞാൻ മറ്റുള്ളവർ അങ്ങനെ അല്ല എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു ജോഷി സാറ് സ്വാഭാവികമായിട്ട് ഞാൻ എപ്പോഴും കാണുന്നത് എപ്പോഴും ഫാമിലിയോടൊപ്പം ചിലവഴിക്കാനും ഫാമിലിയോടൊപ്പം നിൽക്കാനും വീട്ടിലൊക്കെ ഉണ്ടാകാനും ഒക്കെ സാർ ഇഷ്ടപ്പെടുന്നത്. മലയാള സിനിമയിലെ എല്ലാ താരങ്ങളെയും അണിനിരത്തിക്കൊണ്ട് സാറ് ഒരു മൂവി ചെയ്തു 2020. മലയാള സിനിമയുടെ എക്കാലത്തെ ഹിറ്റ് പടമായിരുന്നു 2020. ദൈവമേ, ഞാൻ എവിടെയോ മുൻജന്മത്തിൽ എവിടെയോ ഒരു നന്മ ചെയ്തിട്ടുണ്ടാവാം. എനിക്കും ആ പടത്തിനകത്ത് വേഷം അഭിനയിക്കാൻ പറ്റി. ഞാനും ചെയ്തു ആ പടത്തിനകത്തൊരു വേഷം കുട്ടേട്ടൻ്റെ വൈഫായിട്ട്. ഇത്രയും താരങ്ങളെ അണിനിരത്തി, കാരണം എല്ലാവരും ഡേറ്റ് പ്രോബ്ലം, പലരും പല സെറ്റിലുള്ള ആൾക്കാരാണ്. ഇത്രയും ആൾക്കാരെ യോജിപ്പിച്ച് ഇത്രയും ആൾക്കാരെ ഫ്രെയിമിൽ ഉൾക്കൊണ്ട് എല്ലാവരെയും, കാരണം ഞങ്ങളെ അമ്മ നിർമ്മിക്കുന്ന ഒരു പടമാണ്. ആ അമ്മയിലുള്ള മെമ്പേഴ്സ് എല്ലാം തന്നെ, ഒരു പരിധിക്കുള്ള മെമ്പേഴ്സ് എല്ലാം തന്നെ ആ പടത്തിൽ വേണം. അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാറത് ഷൂട്ട് ചെയ്തത്. ഇന്നിപ്പം തിയേറ്ററിൽ കണ്ടപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോഴും അത്രയും എനിക്ക് ഞാൻ അത്രയും ചിന്തിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ പോർഷൻ മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ, വേറെ പോർഷൻ നമ്മൾ കാണുന്നില്ലല്ലോ. അതിനുശേഷം ഇത് തിയേറ്ററിൽ വന്നിരുന്നു കണ്ടു. ഞാൻ സത്യം പറഞ്ഞാൽ 2 പ്രാവശ്യം കണ്ടു തിയേറ്ററിൽ പോയിട്ട് ആ പടം. പിന്നെ ടി വിയിൽ എപ്പോൾ വന്നാലും ഞാൻ എപ്പോൾ വന്നാലും ആ പടം ഞാൻ കാണും. ആ പടം എന്നല്ല, സാറിൻ്റെ എല്ലാ പടം തന്നെ ഞാൻ കാണും. പഴയ പടമൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പറയാന്ന് വെച്ചാൽ ലയൺ, റൺ ബേബി റണ്ണ്, അങ്ങനെ ഇപ്പോൾ പറയാനാണെങ്കിൽ എത്രയോ നല്ല, ഞാൻ പറയായിരുന്നു സാറിൻ്റെ ഒരു പടങ്ങളെല്ലാം ഒരുപാട് എന്താ പറയുക, ആൾക്കാർ ഇഷ്ടപ്പെട്ട് പ്രേക്ഷകർ ഒരുപാട് കൈയടിക്കുകയും എന്താ പറയുക, അവർ ആർമാന്തിക്കുന്ന തിയേറ്ററിൽ കിടന്നിട്ട് 2020 ഇറങ്ങിയ സമയത്ത് ആദ്യ ഷോയിലൊന്നും ഒരു ഡയലോഗ് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. കാരണം ഓരോ താരങ്ങൾ വരുമ്പോൾ അവരെ വരവേൽക്കുന്ന അവരുടെ ഫാൻസും അവരെല്ലാം കണ്ട് ഭയങ്കര ബഹളവും ഒച്ചയുമ്പോൾ ഡയലോഗ് എന്താണെന്ന് പോലും അറിയത്തില്ല. ആരെന്ത് ഡയലോഗ് പറയുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. രണ്ടാമത്തെ എന്താ പറയണേ, ഒരു ദിവസം മാറി പിറ്റേ ദിവസം ഞാൻ പടം ഇറങ്ങിയാൽ സത്യം പറഞ്ഞാൽ ഒരു 2-3 ഒരാഴ്ച വെച്ചിട്ട് പടം കാണാൻ പോകുള്ളൂ. കാരണം ആദ്യം തിയേറ്ററിൽ പോയാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ആൾക്കാരുടെ കയ്യടിയും ബഹളവും ഇതെല്ലാം ആയിരിക്കും, ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതുപോലെ 2020
ഒത്തിരി എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ദേഹം എനിക്ക് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ എൻ്റെ ദേഹം കൊണ്ട് കുടിരിട്ടു. ആ പടത്ത് ആ ഒരു വിജയപടം കണ്ട ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് നിസ്സാരം. അതിൻ്റെ ഒരു വലിയൊരു ഫംഗ്ഷൻ വെച്ചു. ഒരു മെമ്മൻറ്റോ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ മേലാത്തൊരു മെമ്മൻറ്റോയാണ് 2020 കിട്ടുന്നത്. അത് ആരാ പ്രൊഡ്യൂസ് ചെയ്തത്? നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി നമ്മുടെ ദിലീപാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അത് ദിലീപിനും ഒരുപാട് നന്മകളുള്ളതുകൊണ്ട് ആ പടം സൂപ്പർ ഹിറ്റായിട്ട് അത് മാറിക്കൊടുത്തു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഷീൽഡ് കിട്ടി എൻ്റെ കയ്യിൽ കിട്ടി. സത്യം പറഞ്ഞാൽ ഞാനെന്തോ ഒരു അവാർഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന പോലെയുള്ള ഒരു പത്രാസൊക്കെ എനിക്ക് അന്ന് തോന്നി കേട്ടോ. അത് ഇവിടെ വന്ന് ആരിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നാലും ഷീൽഡുകൾ ഇരുന്ന് കഴിഞ്ഞാൽ പറയും, ആ ചേച്ചി 2020 ഷീൽഡൊക്കെ കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞു, ആ വിജയപടങ്ങളുടെ പാവമായ ഒരു ഷീൽഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമല്ലേ. എനിക്ക് എന്തായാലും സാറിനെ പറ്റി എനിക്ക് ഇത്രയും 2 വാക്ക് മലയാള സിനിമയിൽ ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ ആരെ പറ്റിയാണ് പറയുക? അപ്പോൾ എനിക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട് ജോഷി സാറിന്. കടപ്പാട് മീൻസ് എനിക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അല്ല പൊന്നമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവുകളുണ്ട് എന്നൊക്കെ കുറേയൊക്കെ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തത് ജോഷി സാറിൻ്റെ പടങ്ങളിലൂടെയാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആ പടങ്ങൾ ജോഷി സാറിൻ്റെ പടത്തിൽ പൊന്നമ്മ ആ ജോഷി സാറിൻ്റെ ആ പടത്തിലാണല്ലോ ചെയ്തത്, ആ ക്യാരക്ടർ കൊള്ളാമല്ലോ. അപ്പോൾ ഒരടുത്ത പടത്തിൽ ആ ക്യാരക്ടർ വെച്ചിട്ടൊരു പടം ചെയ്യും. അപ്പോൾ സാറിന് ഈ ഹ്യൂമറും തന്നിട്ടുണ്ട്, സെൻറ്റിമെൻറ്റ്സും തന്നിട്ടുണ്ട്, നെഗറ്റീവ് തന്നിട്ടുണ്ട്, രാഷ്ട്രീയ വേഷം തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് വേഷമാണ് ഞാൻ ചെയ്യാത്ത സാറിൻ്റെ പടത്തിനകത്ത്? അപ്പം സാർ എനിക്ക് എല്ലാം ഓൾറെഡി ഒരുമാതിരി വലിയ ലെങ്തി എന്താ പറയുക ത്രൂ ഔട്ട് എന്നുള്ളതല്ല. ഇപ്പോഴത്തെ പടത്തിൽ നമുക്ക് ത്രൂ ഔട്ട് ഇല്ലല്ലോ. ഇപ്പോൾ ഒരു 2, 3, 4, 5 സീനിലൊക്കെയാണ് ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുങ്ങുന്നത്. ഇനി പഴയ പടങ്ങളിലായിരുന്നു ത്രൂ ഔട്ട് സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നത്. ഇനിയും ഭാവിയിലോട്ട് വരും, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു പടങ്ങളിൽ വെച്ച് സാറിൻ്റെ ആദ്യ പടങ്ങളൊക്കെ എനിക്ക് ത്രൂ ഔട്ട് വേഷങ്ങൾ വരുന്നവരിലൊക്കെ ത്രൂ ഔട്ട് വേഷമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇന്നിപ്പം സാറിനെ പറ്റി ഒരു 2 വാക്ക് എനിക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ എനിക്ക് പറയാൻ പറ്റിയത് തന്നെ എനിക്ക് എന്താ പറയുക, ഞാനൊരു സാറിന് എൻ്റെ ഒരു എന്താ പറയണേ ഒരു ഗുരുദക്ഷിണയായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു സമർപ്പണം എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ അങ്ങനെ മനസ്സിൽ കണ്ടിരിക്കുന്നത്. ഞാൻ അത്രയും ബഹുമാനിക്കുകയും അത്രയും ഇഷ്ടപ്പെടുകയും സാറും സാറിൻ്റെ ഫാമിലിയും സാറിൻ്റെ മോനും സാറിൻ്റെ വൈഫും ഒക്കെ നമ്മളോടൊക്കെ വളരെയധികം സ്നേഹമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ്. അവരൊക്കെ എവിടെ വെച്ച് കണ്ടാലും ഞങ്ങൾ ജോഷി സാറിൻ്റെ ഭാര്യയാണല്ലോ അല്ലെങ്കിൽ ഞാൻ ജോഷി സാറിൻ്റെ മോനാണല്ലോ എന്നൊരു ജാടയൊന്നും അവരൊരിക്കലും നമ്മുടെ അടുത്ത് കാണിച്ചിട്ടില്ല. അവരൊക്കെ എന്തുമാത്രം എളിമപ്പെട്ടോ അത്ര എളിമപ്പെട്ടൊക്കെ അവർ നമ്മളടുത്ത് സംസാരിക്കുക. അപ്പോഴാണ് നമ്മളൊക്കെ വിചാരിക്കുക നമ്മളൊക്കെ ഉയരും തോറും നമ്മളൊക്കെ എളിമപ്പെടണം എന്ന്. ഞാൻ പഠിച്ചത് അവിടെ കൊണ്ടൊക്കെയാണ്. ഈ ഡയറക്ടർമാരെയൊക്കെ കണ്ടാണ് ഞാൻ പഠിച്ചത്. കാരണം അവർക്കൊക്കെ വേണേൽ എന്തുമാത്രം വേണേൽ അഹങ്കരിക്കാം. പക്ഷേ അവരൊക്കെ എളിമപ്പെട്ടും അവരുടെ ആ ജോലിയില്ലാത്ത അവരോടുള്ള ആത്മാർത്ഥത, അവരോടുള്ള സ്നേഹം, അതൊക്കെ കണ്ട് അവരുടെ അവർക്ക് പെയിൻ ഉണ്ടല്ലോ. അവർ ക്യാമറയ്ക്ക് പുറകെ നിൽക്കുന്ന ആൾക്കാരാണ്. സാർ ഒരിക്കലും മീഡിയയുടെ മുന്നിൽ വരാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. സാറ് വരത്തുമില്ല. സാറിന് അങ്ങനെ ഒരു കാര്യവും വേണ്ട. അങ്ങനത്തെ ഒരാളാണ് ജോഷി സാറ്. ഒരു ഇൻ്റർവ്യൂ കാര്യമൊന്നും സാറിന് നിൽക്കത്തില്ല. അവർ ക്യാമറയുടെ പുറകെ നിൽക്കുമ്പോൾ അവരുടെ എന്തുമാത്രം കാലത്തുള്ള പ്രയത്നം എന്നറിയോ ഒരു മൂവി എന്ന് പറയുന്നത്. നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് എന്താണ് കഥാപാത്രം, എന്താ സിനിമ ആണോ, ഓക്കെ നമ്മൾ അഭിനയിച്ചു, നമ്മൾ അവിടുന്ന് പോയി. ബാക്കി അതിനുള്ള ഒരു ആ പടം ചെയ്ത് ആ പടത്തിന് റിസൾട്ട് വരുന്നിടം വരെ നെഞ്ചിൽ തീയായിരിക്കും. ആ പടം എന്തായിരിക്കും അഭിപ്രായം തിയേറ്ററിൽ, അല്ലെങ്കിൽ ആ പടം ഹിറ്റാണോ അല്ലെങ്കിൽ ഈ ഫ്ലോപ്പാണ്. ആ ഒരു വേദന എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ സംബന്ധിച്ച് അത് ഭയങ്കരമായിരിക്കും. സാറിനെ പറ്റി കുറച്ച് പടങ്ങൾ എനിക്ക് പടങ്ങളെ പറ്റി പറയുമ്പോൾ പ്രേക്ഷകർ ചിലപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷൻ ചിലപ്പോൾ പെട്ടെന്ന് കത്തിയെന്ന് വരില്ല. കാരണം അപ്പം ഞാൻ ഏതൊക്കെ പടങ്ങളാണ്, കുറച്ച് പടങ്ങൾ ഏതൊക്കെയാണ് സാറിന് ഒരുപാട് ഹിറ്റ് പടങ്ങളുണ്ട്. ആ പടത്തിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ പറയാം. എനിക്കറിയാവുന്ന ഒരു ഓർമ്മ എല്ലാം ഉണ്ടാവണമെന്നില്ല, എന്നാലും എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഞാൻ പറയാം. സന്ദർഭം എന്ത് നല്ല സൂപ്പർ ഹിറ്റ് പടമായിരുന്നു അല്ലേ? മമ്മൂക്കാടെ നിറക്കൂട്ടിലെ പാട്ടാണെന്ന് തോന്നുന്നു ഞാൻ പാടിയത്, പൂമാനമേ എന്നുള്ള പാട്ട് അല്ലേ. പിന്നെ നമ്മുടെ ഒരു പടമുണ്ട് ശ്യാമ. പിന്നെ മമ്മൂക്ക അഭിനയിച്ചൊരു പടമുണ്ടല്ലോ സംഘം. പിന്നെ നാടുവാഴികൾ. പിന്നെ മമ്മൂക്കയുടെ മഹായാനം, നമ്പർ 20 മദ്രാസ് മെയിൽ. അത് സാറിൻ്റെ അതൊക്കെ എന്ത് സൂപ്പർ ഹിറ്റ് പടമാണെന്നറിയോ? ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് ഞാനത് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല. സാറിൻ്റെ പടം ഒരു ഹിറ്റിൻ്റെ ഒരു മേള എന്ന് പറഞ്ഞാൽ ധ്രുവം. പിന്നെ എക്കാലത്തും അത് സൂപ്പർ ഹിറ്റ്. നരൻ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. പത്രം ലേലം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പത്രം ലേലം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പടം എന്ന് പറഞ്ഞാൽ നമുക്ക് ലയൺ എന്നൊക്കെ ഒരു പേര്. സാറിൻ്റെ പടത്തിനൊക്കെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാറിൻ്റെ പടത്തിൻ്റെ പേരുകളൊക്കെ വളരെ അട്രാക്ഷൻ പേരാണ്. നമുക്ക് വളരെ അട്രാക്റ്റീവ് പേരുകളല്ലേ സാറിൻ്റെ പടത്തിനകത്ത്.
പിന്നെ സാറിൻ്റെ മാമ്പഴക്കാലം, അങ്ങനെ കുറേ പറഞ്ഞാൽ നമുക്ക് അറിയില്ല. സാറിൻ്റെ പടത്തിനെ പറ്റി നമുക്ക് യൂട്യൂബിൽ കയറി സാർ എത്ര പടം ചെയ്തെന്നുള്ളത് നമ്മൾ ഒന്ന് സെർച്ച് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സാർ അതുപോലെ ഹിറ്റ് സിനിമ മലയാള സിനിമയ്ക്ക് എക്കാലവും സാർ, ദൈവമേ സാറിന് എല്ലാവിധ ആയുസ്സും എല്ലാവിധ ആരോഗ്യവും സാറിനും സാറിൻ്റെ ഫാമിലിക്കും ദൈവം അങ്ങേറ്റം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സാറിനെ പറ്റി 2 വാക്ക് പറയാൻ സാധിച്ചാലും നന്ദി പറഞ്ഞുകൊണ്ട്, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എൻ്റെ ഓർമ്മയിൽ ആരാ വരുന്നത് അല്ലെങ്കിൽ ഞാൻ അവരെ പറ്റി സംസാരിക്കാം, അവരെ പറ്റി പറയാം. ഓക്കെ.